നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എങ്ങനെ ഇവരെ അറിയാൻ നിനക്ക്? അത് പിന്നെ സത്യമേ പറയടി. നൊന്ത് പ്രസവിച്ച അമ്മയാണെന്നും കൂടെയുള്ളത് അച്ഛനാണെന്നും. പറയടി. ശാലിനി, അതല്ലടി ഇത്രയും നാളും പറഞ്ഞത് കാർത്തിക അനാഥയാണെന്ന്. ഒരു സന്യാസാശ്രമത്തിൽ അവൾ ജീവിച്ചതും വളർന്നതും ഒക്കെ. കൂടുതൽ വിളച്ചിലെടുക്കാതെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവരെയും വിളിച്ചോണ്ട് ഇറങ്ങി പൊയ്ക്കോണം. എങ്കി പിന്നെ ഇവരാരാ സത്യാമ്മേ? അതെനിക്കെങ്ങനെ അറിയാം? വഴിയെ പോന്നവരുടെ ഒന്നും പേരും വിലാസം നോക്കലല്ല സത്യഭാമയുടെ ജോലി. വേണ്ട. പക്ഷേ കൂടെ നിൽക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്കിലും മിനിമം അറിയണം സത്യാമ്മേ. പ്രത്യേകിച്ച് ആൾമാറാട്ടം നടത്തി ചതിക്കുന്നവരുടെ. ആൾമാറാട്ടോ? നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? അത് ഇവളോട് ചോദിക്കാൻ പറ അച്ഛാ. അവള് പറയട്ടെ. ഇവളെ നന്നായി മനസ്സിലാക്കിയിട്ട് ആ കുടുംബത്തിന്റെ വാതിൽ ഇവൾക്ക് മുന്നിൽ തുറന്നു കൊടുത്തതെന്ന് സത്യാമ്മ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ചോദിക്ക് സത്യാമ്മേ, ഈ നിൽക്കുന്ന ഇവരെ ഇവൾക്ക് പരിചയം ഉണ്ടോ ഇല്ലയോ എന്ന്. എന്റെ കൃഷ്ണ, പണി പറ്റിച്ചല്ലേ? എന്തെങ്കിലും ഒരു വഴി കൃഷ്ണൻ കാണിച്ചു തരുമെന്ന് എനിക്കറിയായിരുന്നോ? ചോദിക്ക് സത്യാമ്മേ. യെസ് ഓർ നോ, ഒരേ ഒരു വാക്ക് പറയട്ടെ ഇവള്. കാർത്തികേ, ഈ നിൽക്കുന്നവരെ നിനക്കറിയോ? മോളെ, ഏയ് നിക്ക്. പറ മോളെ, ഞങ്ങൾ ആരാണെന്ന് നീ തന്നെ പറഞ്ഞു കൊടുക്ക അവരോട്. കാർത്തികേ, ചോദിച്ചതിന് ഉത്തരം പറ. ഇവരെ നിനക്കറിയോ? അറിയാം. എങ്ങനെ? അതുകൂടി പറഞ്ഞു കൊടുക്ക് സത്യാമ്മയ്ക്ക്. പറയേ, എങ്ങനെ ഇവരെ അറിയാൻ നിനക്ക്? അത് പിന്നെ സത്യമേ പറയടി. നൊന്ത് പ്രസവിച്ച അമ്മയാണെന്നും കൂടെയുള്ളത് അച്ഛനാണെന്നും. വേണ്ട മേഡം, ഇനി ഇവള് പറയണ്ട. ഇവൾക്ക് വേണ്ടിയാണോ വീട്ടിൽ കിടന്ന് നമ്മൾ നെഞ്ചു തല്ലി കരഞ്ഞത്? ഇവൾക്ക് വേണ്ടിയാണോ നമ്മൾ നാടായ നാട് മുഴുവൻ അലഞ്ഞു നടന്നത്? എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ കാണാനുള്ള ആഗ്രഹമായി ഓടിയെത്തിയപ്പോ ഇവൾക്ക് നമ്മളെ അറിയില്ലെന്ന്. ഈ വയറ്റിൽ തന്നെയാണോടെ നീ 10 മാസം ഇവിടെ ചുമന്നുകൊണ്ട് നടന്നത്? ഇനി ഇവിടെ നിന്ന് നാണം കെടുന്നതിനേക്കാൾ നല്ലത് തിരിച്ചു പോവുകയാ. ശൈലജ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇങ്ങനെ ഒരു മോള് നമുക്കിനി ഇല്ല. വാ. അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റൂ നമുക്കിവളെ? എന്തിനാടി ഞങ്ങളോട് നീ ചതി ചെയ്തത്? എന്റെ വയറ്റിൽ തന്നെയാണോ നീ ജനിച്ചത്? അമ്മേ, മുണ്ട് മുറുക്കി കൊടുത്തും പട്ടിണി കിടന്നും നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങള് ഒരു വലിയ മണിമാളിക കണ്ടപ്പോ നിനക്ക് ഓർമ്മയില്ലല്ലേ? അല്ലേന്ന് പറയടി. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയില്ല അല്ലേ? എവിടെ അറിയില്ലെന്ന് കൊല്ലുപടി നിന്നെ ഞാനിന്ന്. നിന്നെ പോലൊരു മകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന തന്നെ ഞങ്ങൾക്ക് നാണക്കേടാടി. നിന്നെ നീ കൊല്ലുപടി. അമ്മേനെ വീടമ്മേ. അമ്മേടി, ഞാനിന്ന് കൊല്ലുപടി. അമ്മേനെ വീട്. ഞങ്ങള് നിനക്ക് വേണ്ടല്ലേ? മാറും. നീ എന്താ ഇവരെ വിളിച്ച്? എടി, നീ ഇപ്പൊ എന്താ ഇവരെ വിളിച്ചേന്ന്?
അമ്മയെന്ന് തന്നെയാ. അല്ലാതെ നിങ്ങൾ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവള് ഞങ്ങളുടെ മോളാ. നിങ്ങൾക്കറിയോ, സ്നേഹിച്ചും ലാളിച്ചും ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ സ്വന്തം മോളാ. അതേ സത്യമേ, ഇവളെ പോലൊരു മകൾക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കാൻ വരെ ഒരുങ്ങിയ അവളുടെ അച്ഛനും അമ്മയാ ഞങ്ങള്. അപ്പോ നീ എന്നോട് പറഞ്ഞതെല്ലാം കള്ളങ്ങളായിരുന്നു അല്ലേ? വിഷ്ണു, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നേ? പറയാനുള്ളത് അവള് തന്നെ പറയും. ആൾമാറാട്ടം തന്നെയാണ് സത്യാമ്മേ. പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു 100,000 കള്ളങ്ങളും. പറഞ്ഞു കൊടുക്ക് കാർത്തികേ, സംഭവിച്ചത് എന്താണെന്ന്. കാർത്തികേ, എന്താ ഇതൊക്കെ? പറയടി, എന്താ ഇതൊക്കെന്ന്? സത്യം എന്നോട് ക്ഷമിക്കണം. പല പ്രാവശ്യം ഞാൻ ഈ സത്യമൊക്കെ പറയാൻ സത്യമ്മയുടെ അടുത്ത് വന്നത്, പക്ഷെ കഴിഞ്ഞില്ല. അബദ്ധത്തിൽ പറഞ്ഞൊരു കള്ളത്തിന്റെ പേരില് സത്യം എന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നുള്ള പേടിയുണ്ട്. സത്യം എന്നോട് ക്ഷമിക്കണം. എന്നെ ഇവിടുന്ന് ഇറക്കി വിടരുത്. സ്വന്തം അച്ഛനമ്മ തള്ളി പറഞ്ഞാണോ അബദ്ധത്തിൽ പറഞ്ഞ കള്ളം? ഭാമേ, ഇവള് പഠിച്ച കള്ളിയാ. ഇനി ഇവളെ ഒരു നിമിഷം ഇവിടെ നിർത്തരുത്. ഇപ്പൊ ഇറക്കി വിടണം. അതെ ഭാമേ, ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് ഇതുവരെ നമ്മളെ കബളിപ്പിച്ച ഇവളെ ജയിലിലടയ്ക്കാ വേണ്ടേ? അതെ സത്യമ്മേ, വിളിക്ക് പോലീസിനെ. വിഷ്ണു, നീ എന്താ പറയുന്നേ? പറയടാ, ഇനി എന്താ വേണ്ടേന്ന്? കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അമ്മയ്ക്ക് ഇനി ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാം. പിന്നെ ഇപ്പൊ ഈ കണ്ടതൊന്നും എനിക്കറിയില്ല. കാർത്തികേ, ഇത്രയും നാളും ഞങ്ങളെ കബളിപ്പിച്ച നിനക്ക് മാപ്പില്ല. ഇറങ്ങണം ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന്. അയ്യോ, ദേവി എന്നെ പറഞ്ഞു വിടരുത് സത്യമ്മേ. ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പോയെന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എന്റെ ഇഷ്ടം നോക്കാതെ ഇവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.